മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ എസ് കെ ബ്രോ ഉണ്ട്. ബ്രോ സുഖാണ് അവിടെ? സുഖം തന്നെ. കുറച്ച് വയ്യായികയാണെന്ന്, അപ്പൊ അതുകൊണ്ട് ക്ഷീണിച്ച് മടിച്ചെങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നാളെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട്. നോർത്ത് ലണ്ടൻ ഡെർബി, സ്പേഴ്സ് വേഴ്സസ് ചെൽസി. സാധാരണ മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് എരിയും പുളിയും കാണാറുണ്ട്. 9 പേര് വെച്ചിട്ടുള്ള മത്സരം അല്ലെങ്കിൽ കോണ്ടെ വേഴ്സസ് ടുച്ചൽ മത്സരമൊക്കെ നമ്മൾ ഓർമ്മയിലുണ്ട്. നിങ്ങൾ നല്ല ഫോമിലാണ്, ഒന്നും പറയാനില്ല. മരസ്ക എനിക്ക് തോന്നുന്നു നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ചെറിയ ആയിട്ടുള്ള പാറ്റേണും സിസ്റ്റവും ഒക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് വരുന്നു. എസ്പെഷ്യലി ഗോൾ സ്കോർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കഴിഞ്ഞ സീസണൊക്കെ ഞാൻ എക്സ്കേനോട് ചോദിക്കാറുണ്ട്, എത്ര ചാൻസ് കിട്ടി നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ 4 അടിക്കുന്നു 5 അടിക്കുന്നു, ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് പറയാനുള്ളത്? ഐ തിങ്ക് ദ ഫോം ഇസ് എക്സലന്റ്. സൗത്താംപ്ടണെതിരെ ശരിക്കും പറഞ്ഞാൽ 5-1 നമ്മൾ ജയിച്ചത് വളരെ കുറവായി പോയോ എന്നൊരു സംശയം. നമ്മൾ അത്രത്തോളം ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ജോവാ ഫെലിക്സിന് 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നോണി മാഡുവൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉഴപ്പാൻ തുടങ്ങി, സീരിയസ് ആയി ഒന്നും എടുക്കാൻ തുടങ്ങിയില്ല. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ 5-1 എന്നുള്ളൊരു ഗോൾ ലൈൻ ശരിക്കും പറഞ്ഞാൽ 6-1 8-1 എങ്കിലും ആക്കാമായിരുന്നു. ആൻഡ് കട്ട ഫോമിലാണ് ടീം. മൊത്തത്തിൽ മരസ്കയുടെ ഫിലോസഫി മനസ്സിലാക്കുകയും ആ ഫിലോസഫിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുകയും ചെയ്യുന്നു. ആൻഡ് അബ്സല്യൂട്ട് ക്രെഡിറ്റ്സ് ടു മരസ്ക. വേറെ ഒന്നും പറയാനില്ല. എസ്പെഷ്യലി ഞാൻ സാറിന് ജാക്സനെ പറ്റിയൊക്കെ ഒരുപാട് ക്രിറ്റിസിസം പറയാറുണ്ട്, എൻസോനെ പറ്റി പറയാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു എൻസോ പതുക്കെ ആ ഒരു മോഡലിലേക്ക് വരാൻ തുടങ്ങി. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ പുള്ളിക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൊടുത്തു. മിഡ്ഫീൽഡിലേക്ക് അറ്റാക്കിംഗ് ഇറങ്ങി കളിക്കുന്ന ആക്ഷൻ കണ്ടു. അത് മാത്രമല്ല, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്ലേയേഴ്സിൽ നിന്ന് ടോപ്പായിട്ടുള്ള പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യുന്നതിൽ മാനേജ്മെന്റ് എനിക്ക് തോന്നുന്നു മരസ്കയ്ക്ക് ഫുൾ ക്രെഡിറ്റ് കൊടുക്കണം. പുള്ളി ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഏതാണ് സ്റ്റാർട്ടിംഗ് ലെവലിലെ പ്ലേയേഴ്സ്, ചില റൊട്ടേഷനൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ പുള്ളിക്ക് ഏകദേശം മനസ്സിലായി ഏതൊക്കെ പ്ലേയേഴ്സിനെ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റും, ആ പ്ലേയേഴ്സിനെ എപ്പോൾ കൊണ്ടുവരണം. ഓഫ് കോഴ്സ് ഡിഫൻസിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഒഫൻസീവിൽ എനിക്ക് തോന്നുന്നു ഹീ സ്പോട്ട് ഓൺ. റൈറ്റ്, ഈസ് ഭയങ്കര ക്ലാരിറ്റി കൊണ്ടുവരുന്ന ഒരു മാനേജറാണ്. ബെൻ ചിൽവെലിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, യു ആർ ഗോണ ബി പാർട്ട് ഓഫ് ദ ടീം. സ്റ്റേർലിങ്ങിനെ പറഞ്ഞു വിട്ടു. കാർണെ ചുക്കോമയ്ക്കൊക്കെ ഒന്നും ഇനി ചാൻസ് ഉണ്ടാവില്ല. സേസർ കാസഡാന് ചാൻസ് ഉണ്ടാവില്ല. സോ വളരെ ക്ലിയർ ആണ് തന്റെ ടീമിൽ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ കളിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് നമുക്ക് കണ്ടാലും അറിയാൻ പറ്റും പിച്ചിൽ. നമുക്ക് ഇപ്പോഴേ പറയാം ജാനുവരി ട്രാൻസ്ഫറിൽ ആരൊക്കെ പോവും എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സീസൺ ആവുമ്പോൾ എവിടേക്കായിരിക്കും നമ്മൾ ബോൾസ്റ്റർ ചെയ്യാൻ പോണേ എന്നുള്ളതും നമുക്ക് ഇപ്പോഴേ തന്നെ പറയാൻ പറ്റും. കാരണം ഹീസ് ഭയങ്കര ക്ലാരിറ്റിയോടെ വന്നിരിക്കുന്ന ഒരു മാനേജറാണ്. ഹി ഈസ് അബ്സല്യൂട്ട്ലി ഷുവർ എന്താണ് തന്റെ ടീമിൽ നിന്ന് വേണ്ടത്. 7 ചേഞ്ചസ് ആണ് സൗത്താംപ്ടണെതിരെ നമ്മൾ വെച്ച് കളിച്ചത്. നമ്മൾ അതേ ഇന്റൻസിറ്റിയിൽ വെച്ച് കളിച്ചു എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻക്രെഡിബിൾ. കാരണം ഇതൊരു കോൺഫറൻസ് ലീഗ് അല്ല, പക്ഷെ നമ്മൾ കളിച്ചത് കോൺഫറൻസ് ലീഗ് പോലെ തന്നെയാണ് നമ്മൾ കളിച്ചത്. അതിനിട്ട് നമ്മൾ അവരെ പോയി നല്ലോണം ചാലഞ്ച് ചെയ്യുകയും ചെയ്തു. സോ ഓൾ ഇൻ ഓൾ മാസീവ് ക്രെഡിറ്റ്സ് ടു മരസ്ക. ഓക്കെ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, സാഞ്ചസിന്റെ സൈഡിൽ നിന്ന് ഇനീഷ്യലി നമ്മൾ കുറച്ച് മിസ്റ്റേക്കുകൾ കണ്ടു. നിങ്ങളൊരു കീപ്പറെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പുള്ളി കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ കണ്ടു, പക്ഷെ ഇനീഷ്യൽ ഫേസ് ആണ്. അല്ല, സാഞ്ചസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഹൈ ക്വാളിറ്റി ഗോൾ കീപ്പറാണ് ഓൺ പേപ്പർ. അടിപൊളി ഷോട്ട് സ്റ്റോപ്പറാണ്, അടിപൊളി പാസിംഗ് റേഞ്ച് ഉള്ള വ്യക്തിയാണ്, നല്ലോണം ബോക്സ് ഏരിയയിൽ കമാൻഡ് ചെയ്യും. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഒരു കിളി പോയി കിടക്കും ഇടയ്ക്ക്. ഈ ഇടയ്ക്ക് കിളി പോയിരിക്കുന്നതിന്റെ പേരിൽ പുള്ളിക്കാരൻ കുറച്ച് മണ്ടത്തരം കാണിക്കും. ആ മണ്ടത്തരത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഗോൾ കൺസീഡ് ചെയ്യുന്നതാണ് ഇഷ്യൂ. അല്ലാണ്ട് ആസ് എ ഗോൾ കീപ്പർ ഐ തിങ്ക് ഓവറോൾ ഹിസ് ക്വാളിറ്റി, ഹിസ് സ്കിൽ സെറ്റ് ഇസ് ഫാന്റാസ്റ്റിക്. പക്ഷേ 100% പുള്ളിക്കാരനെ ഗെയിമിലോട് ഫോക്കസ് ചെയ്യാണ്ടിരിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഓരോ മണ്ടത്തരമൊക്കെ ചിലപ്പോൾ കാണിക്കുമ്പോഴാണ് നമുക്ക് കുരുപൊട്ടണം. കാരണം ഇതൊരു 90 മിനിറ്റ്സ് നമ്മൾ അവെയർ ആയിട്ട് തന്നെ ഇരിക്കണം. ആ അവയർനെസ് പുള്ളിക്കാരന് സത്യം പറഞ്ഞ ഇല്ല. അതാണ് ഇഷ്യൂ പുള്ളിക്കാരന്റെ. എനിക്ക് റീസ് ജെയിംസിനെ പറ്റി ചോദിക്കാനുണ്ട്. കാരണം പുള്ളിയുടെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, വേൾഡിലെ തന്നെ ഒരു ടോപ്പ് റൈറ്റ് ബാക്ക് മാറാൻ ഗ്ലിംസ്. പുള്ളി ഇങ്ങനെ ഫോമിലേക്ക് വരുമ്പോൾ വീണ്ടും ഇഞ്ചുറി ആയി, ഫോമിലേക്ക് വരുമ്പോൾ അടുത്ത ഇഞ്ചുറി ആയി. പുള്ളിയുടെ കരിയർ എനിക്ക് തോന്നുന്നു പുള്ളിനെ വിൽക്കാൻ പോകുന്നതൊക്കെ റൂമറൊക്കെ കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? റീസ് ജെയിംസ് ഇസ് വൺ പ്ലെയർ യു നെവർ സെൽ. എന്ത് സിറ്റുവേഷൻ ആയാലും യു ഡോണ്ട് സെൽ. കാരണം പുള്ളിക്കാരൻ ടീമിൽ വന്നാൽ അടിപൊളി ഔട്ട്പുട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് 10 പൈസ ഇല്ലാണ്ട് കിട്ടിയ ഒരു പ്ലെയർ ആണ്, നമ്മുടെ സ്വന്തം അക്കാഡമി പ്രൊഡക്റ്റ് ആണ്. ഈസ് എ ചെൽസി ബോയ്. സോ ദർ ആർ വെരി ദോസ് റെയർ പ്ലെയേഴ്സ് നമ്മൾ എന്ത് ഇഞ്ചുറി ആയാലും നമ്മൾ ടീമിൽ കൊണ്ട് നടത്തണം. കാരണം പുള്ളിക്കാരൻ എങ്ങാനും ക്ലിക്കായി വന്നു കഴിഞ്ഞാൽ ഈ തരാൻ പോകുന്ന ഔട്ട്പുട്ട് വിൽ ബി ഇൻക്രെഡിബിൾ. അപ്പൊ അതുകൊണ്ട് റീസ് ജെയിംസിനൊക്കെ വിൽക്കാൻ പോകണമെന്നൊക്കെ പറയണതൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ഞാനിപ്പോ എടുക്കുന്നില്ല.
നിങ്ങൾ സാൻചോനെ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്യാൻ വല്ല ന്യൂസും കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അല്ല, പുള്ളിയുടെ ഒബ്ലിഗേഷൻ ദുബായിയാണ്. ആ അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഈ സീസൺ അവസാനമാകുമ്പോൾ മേടിക്കും, വേറെ നിവൃത്തിയില്ല. പുള്ളിയുടെ കഴിഞ്ഞ മത്സരത്തിലെ ഗോളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കോൺഫിഡൻറ്റോടെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഡോർമോണ്ടിൽ കണ്ടിട്ടുള്ള ചെറിയ ഗ്ലിംസൺ പുള്ളിയും എനിക്ക് തോന്നുന്നു ഫ്രണ്ട് 3 ആയിട്ടുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് നോക്കിയാൽ അവർ തമ്മിലുള്ള പാസ് നോക്കിയാലും റണ്ണ് നോക്കിയാലും കറക്റ്റായിട്ട് സിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് കുറച്ചുകൂടി ഒരു വലിയ റോള് ചെൽസിയിൽ അടുത്ത സീസണിലൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ടോ? ഈ സീസണിൽ തന്നെ ഉണ്ടാവും. ഹി ഈസ് എൻ എക്സെപ്ഷണലി ടാലന്റഡ് വിങ്ങർ. നല്ല ഐക്യു ഉള്ള ഒരു വിങ്ങറാണ്, ഭയങ്കര ടാലന്റഡ് ആണ് അവൻ. അവനൊരു ഹി ഈസ് എ ടൈപ്പ് ഓഫ് പ്ലെയർ. ഒരു എൻവയോൺമെന്റ് വേണം ചുറ്റും കളിക്കണം എന്നുണ്ടെങ്കിൽ. എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ അവൻ കളിച്ചോളും. ഡോട്ട്മെന്റിൽ ലോണിൽ പോയിട്ട് ആദ്യത്തെ കളി അവൻ അടിച്ചുപിടിച്ച് കളിച്ചു. സോ എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ അവൻ കളിക്കും. ചെൽസിയിൽ ഇപ്പൊ എൻവയോൺമെന്റ് അവന് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ കളിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ദ മോർ ഹി പ്ലേസ്, ഐ തിങ്ക് ദ മോർ കോൺഫിഡൻസ് ഹി ഗെറ്റ്സ്. നമുക്കൊരു എലീറ്റ് വിങ്ങറിനെ നമുക്ക് ചുളു കലക്കി കിട്ടി എന്നുള്ളതാക്കി മാറ്റാനായിട്ടുള്ള അവസരമാണ് ശരിക്കും പറഞ്ഞാൽ. ബ്രോ, നിങ്ങൾ ടൈറ്റിൽ ചലഞ്ചിൽ ഒഫീഷ്യൽ ആയിട്ടുണ്ടോ? എന്താണ് ഇല്ല. ബ്രോയുടെ? ഇല്ല, ഒട്ടുമില്ല. ഞാൻ പല ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഇതേ റെസ്പോൺസ് ആണ് കേൾക്കുന്നത്. നമ്മൾ ഇപ്പം പറയില്ല, അടുത്ത ഫെബ്രുവരി കഴിഞ്ഞിട്ട് പറയുന്നതാണ്. പക്ഷെ നിങ്ങൾ സെക്കൻഡ് പൊസിഷനിലുണ്ട്, ഒരു 7 പോയിന്റ് ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഡൂവബിൾ ആണ്, ഇല്ല എന്നല്ല. പക്ഷെ നമുക്കൊരു മെന്റാലിറ്റി വേണം ഒരു ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ. ഒരു വിന്നിങ് ഹാബിറ്റ് വേണം. ലിവർപൂളിന്റെ ഗുണം പ്ലേയേഴ്സ് ആ ഒരു ഹാബിറ്റ് ഉണ്ട്. അവർ ചാമ്പ്യൻസ് ലീഗ് ജയിച്ച ഒരു ടീമാണ്, അവർ പ്രീമിയർ ലീഗ് അടിച്ച ഒരു ടീമാണ്, അവർ കൺസിസ്റ്റന്റ്ലി ടോപ്പ് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ എപ്പോഴും പെപ്പ് ഗാർഡിയോളയെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അവർ മെന്റലി വളരെ നല്ല ഫ്രെയിമിലിരിക്കുന്ന ഒരു ടീമാണ്. ഈവൻ ദോ പുതിയ കോച്ചാണെങ്കിലും ആസ് എ ടീം, ആസ് എ സെറ്റ് ഓഫ് പ്ലേയേഴ്സ്, ദേ വെരി വെൽ ഡ്രിൽഡ്. ആർസണൽ ആയാലും സിറ്റി ആയാലും സെയിം, ദേ ആർ മെന്റലി വെരി വെരി ഡ്രിൽഡ്. ചെൽസി മെന്റലി ഡ്രിൽഡ് അല്ല, ഡ്രില്ലിംഗ് വന്നു തുടങ്ങിയിട്ടില്ല. ഈ സീസൺ കഴിഞ്ഞാലേ വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു കീപ് ഓൺ പ്ലേയിങ് ആ ഹൈ ഇന്റൻസിറ്റി ഗെയിം ഫോർ 90 minutes എന്താന്ന് മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞ ഒരു സീസൺ വേണം. ടൈറ്റിൽ അടിക്കാം, വി നെവർ നോ. പക്ഷെ ആ മെന്റാലിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഒരു സീസൺ കഴിയണം. അടുത്ത സീസണെ നമുക്കത് കാര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ സീസൺ അവസാനമൊക്കെ ആയി കഴിഞ്ഞാൽ യെസ്, പക്ഷെ ഇപ്പോ ഡെഫിനറ്റ്ലി നോട്ട്. ഓക്കെ, ഞാൻ കോൾ പാമറുടെ കാര്യം ചോദിക്കണം. പുള്ളി ചെറിയൊരു ഇഞ്ചുറി കഴിഞ്ഞു, തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു ആ ക്രിയേറ്റീവ് സ്പേസിൽ പുള്ളി കൊടുക്കുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് അതിഭീകരമാണ്. ചില മത്സരത്തിൽ ചെൽസി ഇങ്ങനെ ഒരു ഗോളിന് പിറകെ പോകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ആ സമയത്തായിരിക്കും കോൾ പാമറുടെ ഒരു ക്രിസ്പായിട്ടുള്ള പാസ് വരിക, അല്ലെങ്കിൽ പുള്ളി ഗോൾ അടിക്കുക. പിന്നെ നിങ്ങൾ കളിയിൽ വന്നു ഇന്റൻസിറ്റി നെക്സ്റ്റ് ലെവലിലേക്ക് പോയി അടുത്ത ഗോൾ അടിക്കുന്നു. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് പുള്ളി മാറിക്കൊണ്ടിരിക്കുകയാണ് ചില ഗെയിമിലൊക്കെ. 100% ഒരു KDB ലൈറ്റ് എന്ന് പറയാം നമുക്കിപ്പോ. KDB ലെവൽ ആയിട്ടില്ല, KDB ലൈറ്റ്. കാരണം KDB gives that output 90 minutes. പാൽമർ ആ ലെവൽ ആയിട്ടില്ല, ഹി സ്റ്റിൽ യങ്. അവനൊരു സീസണും കൂടെ ഒക്കെ കഴിഞ്ഞാലേ അതുപോലെ ഔട്ട്പുട്ട് വരുള്ളൂ. പക്ഷെ ടു ഹാവ് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഓഫ് എ പ്ലെയർ ഇൻ ദ ടീം ഇസ് നത്തിങ് ബട്ട് ഇൻക്രെഡിബിൾ. അതുകൊണ്ട് പുള്ളിക്കാരനുള്ളത് നല്ലതാണ്, പുള്ളിക്കാരന്റെ പെർഫോമൻസസ് നല്ലതാണ്. ചിലപ്പോ ഇടയ്ക്കൊക്കെ ഫോം ഔട്ട് ആവുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. പക്ഷെ അത് ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഗ്രോയിങ് അപ്പ് ആസ് എ പ്ലെയർ. അതൊന്ന് കുറച്ച് സമയം എടുക്കും, അതൊക്കെ ഒന്ന് ഡെവലപ്പായി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവസാനത്തെ ചോദ്യം ചോദിക്കാനുള്ളത്, നാളത്തെ കളിയിൽ എന്താണ് ബ്രോ എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങൾ ഒരു 1-on-1 സ്ഥിരം ശൈലിയിൽ തന്നെ ഇറങ്ങുമോ, അല്ലെങ്കിൽ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് കളിക്കുമോ? എന്തായിരിക്കും മലസ്കയുടെ ഒരു പ്ലാൻ സ്പേഴ്സിനെതിരെ? നമ്മൾ എന്തായാലും ഹൈലൻഡ് കളിക്കുന്ന സംശയമില്ല, കാരണം ഏത് ടീം വന്നാലും ഇപ്പൊ അങ്ങനെ തന്നെ കളിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായിരിക്കും ഒരു അപ്രോച്ച്? ടോട്ടനം ഹൈലൈൻ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ഞിക്കിടുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കോൾ പാൽമർ, നോണി മാഡോക്കെ, പെഡ്രോ നെറ്റോ, ജാക്സൺ എല്ലാം ഒരു ഹൈബോൾ. ഇപ്പുറത്ത് എൻസോ ഫെർണാണ്ടസ്, അപ്പുറത്ത് പാൽമർ. 2 ഹൈബോൾ. ഒരു 10 എണ്ണത്തിൽ 2 ഗോൾ അടിക്കും. ടോട്ടനം അങ്ങനെ കളിക്കാനാണെന്ന് ഉദ്ദേശമെങ്കിൽ ഭയങ്കരമായിട്ട് പാടുപെടും. സോ പക്ഷെ എവേ ആയതുകൊണ്ടും മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് നല്ല രീതിയിൽ കളിച്ചതുകൊണ്ടും ഐ തിങ്ക് ഗോൾസ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഐ എം എക്സ്പെക്ടിങ് എ മിനിമം ഓഫ് 6 goals ഫ്രം ബോത്ത് ദ ടീംസ്. ഒന്നല്ലെങ്കിൽ 3-3 ഡ്രോ ആവാം, അല്ലെങ്കിൽ ഒരു 4-2 ചെൽസി വിക്ടറി. വെരി റയർ അറ്റ് ദ മൊമെന്റ് ടോട്ടനം വിക്ടറി ഞാൻ പ്രൊഡിക്ട് ചെയ്യുന്നില്ല, പക്ഷെ പറയാൻ പറ്റില്ല. ഫുട്ബോൾ ഇസ് ഓൾവേസ് എ ഗെയിം ഓഫ് ഇംപ്രഡിക്റ്റബിലിറ്റി. പക്ഷെ ഓൺ പേപ്പർ, ഓൺ ഫോം, ആൻസ് പോസ്റ്റെകോഗ്ലു ഇനിയും ഹൈലൈൻ വെച്ച് കളിപ്പിക്കാനാണ് പ്ലാൻ. അതും ചെൽസിക്കെതിരെ. അതും നിങ്ങളുടെ പ്ലേയേഴ്സ് ഒക്കെ ഇഞ്ചോർഡ് ആണ്, അൺഅവൈലബിൾ ആണ്. വാൻഡിവാൻ ഇല്ല അല്ലെ?
ഇല്ല ഇല്ല. വാൻഡിമാൻ ഇല്ല. പെഡ്രോ പോറോ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. ഉഡോഗിക്ക് ഇഷ്യൂസ് ഉണ്ട്. സോൺ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സോളങ്കി ചിലപ്പോൾ കളിക്കുന്നു പറയുന്നുണ്ട്. സോളങ്കി കളിക്കും. യെസ്. പുള്ളി കഴിഞ്ഞ കളിയിൽ ഇറങ്ങി. പക്ഷെ അപ്പൊ മൊത്തത്തിലൊരു സംഭവം അങ്ങോട്ട് കൊളായി കിടക്കാണ്. കാര്യമായിട്ട് ഒത്തുചേർന്നൊന്നും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സ്ഥിതിയിൽ സ്റ്റാറ്റ് പാഡ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ചെൽസിക്ക്. പക്ഷെ എവേ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് 70% ഐ എം ഹോപ്പ്ഫുൾ ഇറ്റ്സ് എ വിൻ. ഓക്കെ ബ്രോ. അപ്പൊ എന്തായാലും നമുക്ക് മത്സരം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി കാണാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.